രാജ്യത്ത് എയർപോർട്ട് മാതൃകയിൽ അത്യാധുനിക ബസ് പോർട്ടുകൾ സ്ഥാപിക്കുന്ന പദ്ധതി കേന്ദ്ര സർക്കാർ വീണ്ടും സജീവമാക്കി. എല്ലാവിധ യാത്രാ സൗകര്യങ്ങളോട് കൂടിയ ബസ് പോർട്ടുകൾ നിർമ്മിക്കുമെന്ന് കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രി നിതിൻ ഗഡ്കരി ഗുജറാത്തിൽ പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ നാഗ്പൂർ, തിരുപ്പതി, ജമ്മു കാശ്മീരിലെ കത്ര എന്നിവിടങ്ങളിലാണ് പുതിയ 3 ബസ് പോർട്ടുകൾ നിർമ്മിക്കുക. വിവിധ സംസ്ഥാന സർക്കാരുമായി സഹകരിച്ച് പദ്ധതി രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്ന് ഇതിനാവശ്യമായ സാമ്പത്തിക സഹായം കേന്ദ്രം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. മുൻപ് തിരുവനന്തപുരം ഈഞ്ചയ്ക്കലിൽ സമാന പദ്ധതി നടപ്പാക്കാൻ ആലോചിച്ചിരുന്നെങ്കിലും അത് മുന്നോട്ട് പോയിരുന്നില്ല. അന്നത്തെ മാതൃകയിൽ പദ്ധതിയുടെ 40% ചെലവും കേന്ദ്ര സർക്കാരായിരുന്നു വഹിച്ചിരുന്നത്. ഗുജറാത്തിലെ വഡോദര, അഹമ്മദാബാദ്, സൂറത്ത് എന്നിവിടങ്ങളിൽ ഇതിനകം ബസ് പോർട്ടുകൾ പ്രവർത്തിക്കുന്നുണ്ട്. പൊതുമേഖലാ സ്വകാര്യ പങ്കാളിത്ത മാതൃകയിലാണ് പുതിയ പദ്ധതിയും നടപ്പാക്കുക. സംസ്ഥാന RTCകൾ കടത്തുന്ന ഭൂമിയിൽ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള നാഷണൽ ഹൈവേ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് ലിമിറ്റഡ് സ്വകാര്യ കമ്പനികളുടെ സഹകരണത്തോടെയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. തിരുപ്പതിയിലെ ബസ് പോർട്ട് 13 ഏക്കർ സ്ഥലത്താണ് നിർമ്മിക്കുന്നത്. 98 ബസ് പ്ലാറ്റ്ഫോമുകളും 10 നില കെട്ടിടവും ഉൾപ്പെടുന്ന പദ്ധതിക്ക് ഏകദേശം 500 കോടി രൂപ ചെലവ് പ്രതീക്ഷിക്കുന്നു. കേരളത്തിൽ തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് തുടങ്ങിയ പ്രധാന നഗരങ്ങളിൽ ഇത്തരം ബസ് പോർട്ടുകൾ യാഥാർത്ഥ്യമാക്കാൻ സംസ്ഥാന സർക്കാർ കേന്ദ്രവുമായി ചേർന്ന് ശ്രമം നടത്താനാകുമെന്നാണ് വിലയിരുത്തൽ.